ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ രണ്ടാം ടേമിലെ ആദ്യത്തെ മന്ത്രിസഭാ യോഗമാണ് നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് 0.7% അതിദരിദ്രരാണ് കേരളത്തിലുള്ളത് എന്ന കണക്ക് നമ്മുടെ മുമ്പിൽ വന്നത്. ആ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു, ഈ അതിദരിദ്രരായ ആളുകൾ ഈ 0.7% ആരൊക്കെയാണ്? അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ്, അതിന് തന്നെ ഭാഗമായിട്ടുള്ള കുടുംബശ്രീ സംവിധാനം ഉൾപ്പെടെ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാം മുൻകൈയെടുത്ത് വളരെ വേഗം നമുക്ക് സർവേ പൂർത്തീകരിച്ച് 64,006 അതിദരിദ്രരുടെ കുടുംബമുണ്ട് എന്ന് വ്യക്തതയോടുകൂടി കണക്ക് ലഭിക്കുകയുണ്ടായി. പിന്നീട് നടന്ന പ്രവർത്തനത്തിൽ ഈ ഓരോ കുടുംബത്തെയും സൂക്ഷ്മാംശം പരിശോധിച്ച് അവർക്കാവശ്യമുള്ള, അവരെ പൊതുധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നിർവഹിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമാക്കി വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ചേർന്ന് കേരളത്തിലുടനീളം ആ പ്രവർത്തനങ്ങൾ നടത്തി വന്നതിൻ്റെ തുടർച്ചയിൽ നിന്നാണ് 2 വർഷം മുമ്പ് തന്നെ കണ്ണൂർ ജില്ലയിലെ കുറ്റ്യാട്ടൂർ പഞ്ചായത്ത് ആദ്യത്തെ അതിദരിദ്രരില്ലാത്ത പഞ്ചായത്തായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ പഞ്ചായത്ത്, ഓരോ നഗരസഭ, ഓരോ മണ്ഡലം, ഓരോ ജില്ല അതിദരിദ്രരില്ലാത്ത മേഖലയായിട്ട് പ്രഖ്യാപിക്കുകയും വരുന്ന 1-ാം തീയതി ലോകത്തിന് മുമ്പ് തന്നെ ആവേശകരമായ, അത്ഭുതകരമായ ഈ കാര്യം കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി പ്രത്യേക നിയമസഭാ സമ്മേളനം തന്നെ ചേരുകയാണ്. അന്നേ ദിവസം 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന വലിയ സമ്മേളനം തിരുവനന്തപുരത്ത് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാമൂഹ്യ ജീവിതത്തിലെ പ്രമുഖരായ കമലഹാസനും മമ്മൂട്ടിയും മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാ തുറകളിലുമുള്ള പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ ചേരുന്ന ഒരു മഹാസമ്മേളനത്തിൽ വെച്ച് ഈ കാര്യം ലോകത്തെ അറിയിക്കുകയാണ്. അന്നേ ദിവസം കേരളത്തിലുടനീളം എല്ലാ വാർഡുകളിലും വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, എല്ലാ ആബാലവൃദ്ധം ജനതയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കേരളത്തിൻ്റെ പ്രത്യേകതയെ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്ലക്കാർഡുകളും ഭാവനാപൂർവമായ മറ്റ് സാമഗ്രികളെല്ലാം ഉപയോഗിച്ച് ആ വാർഡ് അതിർത്തിയിൽ പ്രകടനവും, അതിനുശേഷം ഒരു യോഗവും, തുടർന്ന് പായസദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും, ഒരു സന്തോഷത്തിൻ്റെ വളരെയേറെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി ഈ 1-ാം തീയതിത്തെ പരിപാടിയെ മാറ്റണം എന്നാണ് കേരളത്തിലുടനീളം തീരുമാനിച്ചത്. നവംബർ 1 കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരള പിറവി ദിനമാണ്. അതോടൊപ്പം നവകേരള പിറവി ദിനവുമായി മാറുകയാണ്. ആ ഗൗരവത്തോടുകൂടി ഈ പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 1-ാം തീയതി ഞാൻ നേരത്തെ പറഞ്ഞ പരിപാടി നടക്കുന്ന പശ്ചാത്തലത്തിൽ പാർട്ടി എടുത്ത ഈ തീരുമാനം 31-ാം തീയതി തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ വാർഡുകളിലും സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം 31-ാം തീയതിയും മറ്റ് 13 ജില്ലകളിലും 1-ാം തീയതിയും ഈ വിജയാഹ്ലാദ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾ
മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് സംഘടിപ്പിക്കണം എന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. എല്ലാ വിഭാഗം ജനങ്ങളും ഈ പരിപാടിയുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഇങ്ങനെയൊരു കാര്യം ഞാനിപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതാണിന്ന് പ്രധാനമായിട്ട് പറയാനുള്ളത്. കേരള പിറവിയെ സംബന്ധിച്ച് നിങ്ങൾ പറയാൻ പോകാം. അതെ, അതാണല്ലോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച പ്രധാനപ്പെട്ട വിഷയം. നിയമസഭാ സമ്മേളനം ശരിയാണ്. വളരെ പ്രമുഖരായ ആളുകളെല്ലാം പങ്കെടുക്കുന്ന ഒരു വലിയ സമ്മേളനം ഇതിൻ്റെ ഭാഗമായിട്ട് ചേരുകയാണ്. അങ്ങനെ ലോകത്ത് തന്നെ മുതലാളിത്ത സമൂഹത്തിൽ അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം കേരളമായിരിക്കും എന്നുള്ളതാണ് ലോകത്തോട് നമുക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.